സാറേ നമുക്കിപ്പം ഓട് കുറേ മാറ്റാനുണ്ട്. പിന്നെ ഫുള്ള് പെയിൻറ്റിങ്, പിന്നെ കുറച്ച് സ്ഥലത്ത് പുട്ടിയിട്ട് ഒന്ന് തേക്കാനുണ്ട്. അല്ല അതാണ് ഇപ്പം ഓണർ പറഞ്ഞത്. അപ്പം ഒരു 15 ദിവസം 20 ദിവസം പണിക്കാർ വന്ന് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഇരിക്കും. അല്ല സാർ ഇനിയിപ്പോൾ വേറെ കെട്ടിടത്തോട് പോകേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ട. ഇനി വേറെ നമ്മൾ ഓഫീസിന് വേറെ എടുത്താൽ അത് വാടക കൊടുക്കണം. നമുക്കിപ്പോൾ എൻ്റെ ഇവിടെ സൗകര്യമുണ്ട് സാറേ വീട്ടിൽ. ഇവിടെ എന്ത് പ്രശ്നം? ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല സാറേ. അതുവരെ നമുക്ക് താൽക്കാലികമായിട്ട് ഇവിടെ പ്രവർത്തിപ്പിക്കാം. എത്രയും പെട്ടെന്ന് അവിടെ നമുക്ക് പണി തീർത്ത് തരണമെന്ന് പറയാം. ഓ സാറേ. സാറേ പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ വീട്ടിലാണ് താൽക്കാലികമായിട്ട് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ പോണത്. സാറ് വന്ന് ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. സാറേ ബാക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് ഞാൻ പറയാം. ഞാൻ അറിയിക്കാം സാറിനെ. ശരി സാറേ. ഓക്കെ സാർ. അപ്പോൾ കൂടെ സാർ ഉദ്ഘാടനം ചെയ്യാൻ വരാമെന്ന് പറയും. താൽക്കാലിക പാർട്ടി ഓഫീസ് നമ്മളിവിടെ വീട്ടിലാ. പുള്ളി ഇവിടെ വന്ന് ഇറങ്ങുമ്പില്ലേ അപ്പൊ തന്നെയുള്ള കാര്യം തല്ലിടിക്കും. നിന്റെ തലമുറ അടിക്കാൻ പൊട്ടിക്കും. നീ ഒരുപാട് തിളക്കല്ലേ, നിനക്ക് എന്തിന്റെ കുഴപ്പമുള്ള? അതാ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് അങ്ങോട്ട് തിളക്കല്ലേ. അയ്യോ, നിങ്ങൾ കെട്ടിയിട്ടേക്കണ വീടാണിത്, പാർട്ടി ഓഫീസ് ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കാന്ന്. നീ അത് പറയാൻ നിനക്കെന്താ അധികാരം? എനിക്ക് അധികാരമില്ലേ? ഞാനേ ഇതിന്റെ അധികാരപ്പെട്ടവരുമായിട്ട് സംസാരിച്ച് അവരെ സമ്മതം വാങ്ങി വെച്ചിട്ടുണ്ട്. ആരായി അധികാരപ്പെട്ടവർ? അത് ആരാണെന്ന് നിനക്കറിഞ്ഞുണ്ടെങ്കിൽ എനിക്കറിയാം. ഈ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, ഞാനുണ്ടല്ലോ, കനകനുണ്ടല്ലോ. ഞങ്ങൾ ആരും അറിയണ്ടേ? ഞങ്ങളുടെ സമ്മതം വേണ്ടേ? കനകന് നിന്റെ ആർക്കാണ് നിങ്ങളെയൊക്കെ സമ്മതം? ആര് ഈ വീടിന്റെ അവകാശികളുണ്ട്, അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആരാന്ന്? അമ്മാവനും. അയ്യോ അമ്മാവന് എനിക്കൊന്നും അറിയണ്ട. ആ ഉദ്ഘാടനം ഈ പാർട്ടി ഓഫീസ് എന്ന് പറയുന്ന സാധനം ഈ വീട്ടിൽ കൊണ്ടുവന്നാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ സമ്മതിക്കൂല ക്ലീറ്റോ. നീ എന്നാ ഒരു കാര്യം നീ കരുതിയിരുന്നോ? പാർട്ടി ഓഫീസ് താൽക്കാലികമായിട്ട് ഇവിടെ തന്നെ പ്രവർത്തിക്കും. കാണാവുന്നില്ല. അവിടുത്തെ പണി തീർന്നവരെ ഇവിടെ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നാട്ടിലെ കാശില്ലെങ്കിൽ പാർട്ടി പിരിച്ചുവിടും. നാട്ടിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെ പോയിട്ട് പാർട്ടി ഓഫീസ് തുടങ്ങും. ചെയ്തോളാം കേട്ടാ. ഞാൻ പാർട്ടിയുടെ ഒരു മെയിൻ ആളാണ്. എന്റെ തീരുമാനങ്ങൾ അപ്പുക്കുട്ട സാറിനോട് പറഞ്ഞു. സാർ അതിന് ഓക്കെയാണ്. ഞങ്ങൾ ഇവിടെ നടത്തും. അപ്പുക്കുട്ടന്റെ വീടുമല്ല ഇത്, ക്ലീറ്റോന്റെ സ്വന്തം വീടുമല്ല. എനിക്ക് എല്ലാവർക്കും അവകാശമുള്ള വീടാ. ഞങ്ങളുടെയൊക്കെ സമ്മതം വേണം. ഇവിടെ പാർട്ടി ഓഫീസ് അമ്മാവന്റെ സമ്മതം മതി. അല്ലാതെ നിന്നെ പോലുള്ള മൂരാച്ചിയുടെ സമ്മതം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. മൂരാച്ചിയുടെ സമ്മതം വേണമെന്ന് നീ മറ്റേ പൂരാട ശശിയുടെ ഇത് കണ്ടിട്ട് തിളക്കല്ലേ എന്റെ അടുത്ത് കേട്ടാ. ഐഡിയ ആയിട്ട് നടപ്പിലാക്കുകയും ചെയ്യും. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയും ചെയ്യും. നീ ഇതിന്റെ ജോലിയൊക്കെ വെക്കാം. ചുമ്മാ ചൊറിയാൻ പറല്ലേ. ആരാരെ ചൊറിയൂന്ന് കാണാം കേട്ടോ. അവിടെ എവിടെയിരുന്ന് ചൊറിഞ്ഞോണ്ടിരിക്കും. നിങ്ങൾ ഈ സ്വപ്നം കോട്ട കെട്ടിക്കൊണ്ടിരിക്കുള്ളൂ മോനെ. ഒന്നുമില്ല, സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കും. അയ്യോ, അത് കാണാതെ നീ തയ്യാറായി നിന്നോടി. നീ എന്തോടെ ആരായിട്ട് കടിച്ചു കുറിച്ച് തിന്നുന്ന പോലെ തിന്നോണ്ടിരിക്കുന്നേ? മുഖം എന്തെങ്കിലും വെച്ചോണ്ടിരിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മായി? കാണില്ല ഇവിടുത്തെ പകപ്പാടുന്നു. അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. എന്തോടെ മുറ്റത്ത് കൊടിയും തോരണമൊക്കെ കെട്ടി വെച്ചേക്കുന്നേ? അറിഞ്ഞില്ലേ? പാർട്ടി ഓഫീസ് തുടങ്ങാൻ പോകുന്നു ക്ലീറ്റോ. പാർട്ടി ഓഫീസോ? വീട്ടിലോ? ഇതാരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ആണോ? ഇതാരെങ്കിലും ചെയ്യണ കാര്യമാണോ? 2 ദിവസമായിട്ട് ഇതിന്റെ പേരിൽ ഇവിടെ വഴക്കാ. ചേടാ, നീ വിഷമിക്കേണ്ട, നമുക്ക് ചേച്ചിയെടുത്ത് പറഞ്ഞൊരു പരിഹാരം കാണാം. ചേച്ചി അമ്മയാ സമ്മതം കൊടുത്തേന്ന്. ചേച്ചിയോ? അമ്മാവനും സമ്മതിച്ചു. എങ്ങനെ ഇരിക്കുന്നു? ഈ മനുഷ്യന് 2 വർത്താനം കൊടുക്കണം. ഇത് എല്ലാവർക്കും ഒരുമിച്ച് വട്ടായോ? എനിക്ക് അറിയാൻ പാടില്ല.
നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റക്കാരിയായി, അഹങ്കാരിയായി. എന്തെങ്കിലും മുറ്റത്ത് എന്തോന്ന് അലങ്കരിച്ചിരിക്കുന്നത്, തോരണമൊക്കെ കെട്ടി. അറിഞ്ഞില്ലേ? ഇല്ല. ക്രിസ്മസ് കരോട് വരാൻ പോകുന്നു. അത് ശരി. അമ്മ ഒരുമാതിരി പൊട്ടം കളിക്കല്ലേ അമ്മേ? ക്രിസ്മസ് കഴിഞ്ഞിട്ട് എത്ര നാളായി? പിന്നെന്താ കാര്യം? പിന്നെന്താ കാര്യം? എന്തിനാ അവിടെ അലങ്കരിക്കണേ? എന്തിനാ? എന്തോത്തിന് എനിക്കറിയാം. അമ്മയ്ക്ക് അറിയില്ല അല്ലേ? അമ്മയല്ലേ സമ്മതിച്ചത് ക്ലീറ്റോനെ കൊണ്ട് പാർട്ടി ഓഫീസ് തുടങ്ങാൻ? എന്റെ തങ്കം, ഞാനല്ല അത് സമ്മതിച്ചത്. യവന ഗിരിരാജനാ പറഞ്ഞത് ചേച്ചി സമ്മതിക്ക് അനുവാദം കൊടുക്കുന്നു. അപ്പൊ ഞാൻ അല്ലേടാ, നീ അല്ലേ പറഞ്ഞത്? അമ്മാവന് ശരിക്കും എന്താ കുഴപ്പം? അമ്മാവന് എന്താ കുഴപ്പം? ഈ പാർട്ടി ഓഫീസ് ആരെങ്കിലും വീട്ടിൽ തുടങ്ങോ? തുടങ്ങാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചീരത്തോട്ടത്തിലോട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ. അല്ല, അവിടെയും പാടില്ലേ. നിങ്ങൾക്ക് ഇത്ര ബോധമില്ലേ? നിങ്ങളല്ലേ സമ്മതം കൊടുത്തവന്? ഒരു വീടില്ലോ ചേട്ടാ, ആരെങ്കിലും പാർട്ടി ഓഫീസ് വീട്ടിൽ നടത്തുവോ? അല്ലടി, അത് പിന്നെ ഈ ക്ലേറ്റും അവൻ്റെ കൂടെയുള്ള പാർട്ടിയിലത്തെ ഒരു 5-6 ആളും കൂടിയിട്ട് ടൗണിൽ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചുറ്റി നിന്നിട്ട് ക്ലീറ്റോ എന്നോട് ചോദിക്കുകയാണ്, അമ്മാവ കുറച്ച് ദിവസം പാർട്ടി ഓഫീസ് ഒന്ന് വീട്ടിൽ വെച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ അവൻ്റെ വില പോവില്ലേ? അപ്പം ഞാൻ എന്താ ചായ്ക്കോന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയില്ല. ആവുമല്ലേ? കുഴപ്പമൊന്നുമില്ല. എനിക്കിവിടെ ഭയങ്കര തലവേദന ആവുമല്ലോ ഇവരെ കൊണ്ട്. ആവും. അപ്പൊ ഞാൻ ഇതെല്ലാം വലിച്ചു പറിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരാം അമ്മാവന്റെ വീട്ടിലേക്ക്. അമ്മായി കേട്ടല്ലോ? അവിടെ കാണാൻ കൊണ്ടുവന്നല്ലോ എന്റെ സ്വഭാവം മാറുന്നത്. അല്ല, ഞാൻ നിങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതിയിട്ട്. കുഴപ്പമുണ്ടാവൂലേ? ഒരു വീട്ടില് രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങുന്നത് നല്ലതാണോ? ഒരു കുഴപ്പമില്ല. നോക്കി ദയിപ്പിക്കല്ലേ മനുഷ്യനെ. ഒരു അബദ്ധം പറ്റി. പാർട്ടി ഓഫീസ് ആവുമ്പോൾ ഇവിടെ നടത്തണം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൻ പാർട്ടി ഓഫീസ് ഇവിടെ നടത്താണ്ട് ഒഴിഞ്ഞാ പോരെ? അവ ഒഴിയും. ഇല്ലെങ്കിൽ ഞാനല്ല വാക്കുകാരന് ഞാൻ ഒഴിപ്പിക്കും. കൊള്ളാം. പാർട്ടി ഓഫീസ് ഇവിടെ ഉണ്ടാവില്ല പോരെ? തക്കൂടെ മക്കളെ വന്നാ പിടിച്ചോണം കേട്ടോ. ഇതൊക്കെ പിടിച്ച് നീ ഇപ്പോഴേ കണ്ട് പഠിച്ചോ. ഇതൊക്കെ ഇനി കെട്ടാനുള്ള ഇഷ്ടം പോലെ കേട്ടാ. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ഇങ്ങോട്ട് മാറ്റി. താൽക്കാലികം പാർട്ടി ഓഫീസ് ഇങ്ങോട്ട് മാറ്റി. ആര് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞിട്ട്. എന്തുവാടാ ഇത്? എന്താണ് തൊള്ള ഇറക്കണത്? എന്തായി കാണിക്കുന്നത്? എന്ത് നിന്റെ പ്രശ്നം? ഇതെന്താന്ന് കണ്ടൂടെ? ഇത് കൊഴി തോരണം, ഇത് DDT. മനസ്സിലായി. നീ മനസ്സിലാവാത്ത എന്താ? ഇവിടെ എന്താ കാര്യം? ഇവിടെ കാര്യമുണ്ട്. എന്തിന്? ഇവിടെ പാർട്ടി ഓഫീസ് തുടങ്ങാൻ പോണു. എവിടെ? എവിടെ? ഇത് കണ്ടു പറഞ്ഞോടാ ഇത് എവിടെ ഇരിക്കുന്നു? മണ്ടൻ തന്നെടാ. ആരെങ്കിലും പാർട്ടി ഓഫീസ് ഒന്ന് വീട്ടിൽ നടത്തോ? എടേ, ഞാൻ ആദ്യമായിട്ട് കേരളത്തിലല്ലേ ലോകത്തിൽ ആദ്യമായിട്ട് പാർട്ടി ഓഫീസ് വീട്ടിൽ തുടങ്ങാൻ പോകണം. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നീ അഴിച്ചു മാറ്റത്. അഴിച്ചു കെട്ടാ. നീ അഴിച്ചു കെട്ടണ്ട, അഴിച്ചു മാറ്റത്. എന്തോ അഴിച്ചു മാറ്റത്? ആരഴിച്ചു മാറ്റുന്നു? നീ അഴിച്ചു മാറ്റ്. ഇതിലെങ്ങാനും തൊടാൻ വന്ന വിവരം അറിയും കേട്ടോ. വിവരം ഒന്നും അറിയാലോ. നീ ആക്രസ്ഥാനത്ത് മാറ്റിക്കൊണ്ട് പോകണമെന്ന്. ആക്രയൊക്കെ മാക്രി നീ നിന്റെ അമ്മ ഈ തോന്നിയതോടെ നടത്തി അമ്മ കണ്ടില്ലേ? അമ്മ കണ്ടില്ലേ? എന്തോന്ന് എന്തോ നീ കാണുന്നേടി? എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. നീ ഇത് നമ്മുടെ വീടല്ലേ? ഇത് ആള് കണ്ടെത്തിയായിരിക്കും. ഒന്നാമത് ഇങ്ങനെയൊക്കെ കെട്ടി തൂക്കേണ്ട വല്ല ആവശ്യം. അമ്മാവാ, ഞാൻ നിങ്ങളുടെ അടുത്ത് വരും കാര്യം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തേക്കണത് കേട്ടല്ലോ. ഈ ആവശ്യമില്ലാതെ ഓരോരുത്തന്മാര് എന്റെ മണ്ടയ്ക്ക് കയറാൻ ചാടണ്ട. ഞാൻ ചോദിക്കേണ്ടവരടുത്ത് ചോദിച്ച അനുവാദം വാങ്ങിയിട്ട് എന്നാണ് ചെയ്യണത്. ഇങ്ങോട്ട് വാ. അവന്റെ നെഞ്ചത്ത് കെട്ടുമ്പോഴാണ് അങ്ങനെയല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഇവിടെ അപ്പുക്കുട്ടൻ അവന്റെ കൈ കൊണ്ട് ചാവാനാ നിങ്ങളുടെ വിധി.
അതാണല്ലോ നിന്റെ ആഗ്രഹം. ഓക്കും ചത്തോടെ കിടന്ന് ആയിക്കോട്ടെ. എന്തായിട്ട് കൊടുക്കണേ? കേറിപ്പൊടി കേറിപ്പൊടിയകത്ത്. ഒരു കാര്യം പറഞ്ഞേക്കെ, ഞങ്ങളെ പാർട്ടിയിലെ കുഞ്ഞണികളാണ്. അവരെ നീ തിരുത്താനും നോക്കണ്ട. കുഞ്ഞണി മക്കളെ, നിങ്ങള് പിള്ളേരൊക്കെ അറിവാകുമ്പോ നിങ്ങൾ വിളിച്ചിട്ട് പോ. കുഞ്ഞണി നീ അങ്ങനെ അവരെ അങ്ങ് മാറ്റാമെന്ന് വിചാരിക്കണ്ട. അതൊക്കെ അവസാനം ഈ DDT തന്നെ വന്ന് അടിയും. നീ നോക്കിക്കോ. അനേകം ക്രിമിക്കുത്തുകളെ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഒരെണ്ണത്തിന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. അതിലും വലിയൊരു കൃമി അപ്പുറത്തുണ്ടടി, മഹാകൃമി. അളിയാ, ഇനിയിപ്പം കനക സാർ പറഞ്ഞാണെങ്കിൽ രാത്രി ഇതൊക്കെ പൊളിച്ച് കളയോ? അതെ, ഒരു കാര്യം ചെയ്യാം. രാത്രി നമുക്ക് നമ്മളിപ്പോൾ കുറച്ച് പയ്യന്മാരെ കൂടി ഞാൻ ഇറക്കണം. അതുകൊണ്ട് ഉറങ്ങാതിരിക്കണം. എന്തായാലും രണ്ടും കൽപ്പിച്ചേനെ ഞാൻ. ഇന്ന് രാത്രി ഉറങ്ങണ്ട, ഇവിടെ തന്നെ. നമ്മുടെ കേരള പോലീസിന് നല്ല മാറ്റം വന്നിട്ടുണ്ടല്ലേ? മാറ്റം വന്നോന്നാ എന്റെ അമ്മാവ. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആണ് നമ്മുടെ പോലീസ്. ഒരു ക്രൈം നടന്ന നിമിഷങ്ങളോട് പൊക്കൂല നമ്മള്. നമ്മുടെ കേരള പോലീസോ? അതിസൂക്ഷ്മ കുറ്റാന്വേഷണത്തില് കേരളം മാതൃകയാണ്. അത് ശരി. പിന്നെ എന്തെല്ലാം മാറ്റങ്ങള്. ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ, സ്ത്രീ സൗഹൃദ പോലീസ് സ്റ്റേഷൻ, ഭിന്നശേഷി സൗഹൃദ പോലീസ് സ്റ്റേഷൻ, കുട്ടികൾക്ക് സ്ത്രീകൾക്കുമെതിരെയുള്ള സൈബർ ക്രൈം തടഞ്ഞതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടി നമ്മള്. അതെ. പിന്നെ ഈ സൈബർ ക്രൈമിലൂടെ തട്ടിയെടുത്ത 66.88 കോടി രൂപ തിരിച്ചു പിടിച്ചു കേരള പോലീസ്. പിന്നല്ലാതെ. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇപ്പൊ സൈബർ ക്രൈം ഓഫീസിൽ തുടങ്ങിയില്ല നമ്മള്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രശാന്തി ഹെൽപ്പ് ലൈൻ, ലഹരി വേട്ടക്കെതിരെ ഡി ഹണ്ട്, കുട്ടികളുടെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കാനായിട്ട് ഡി ഡാഡ്. എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് അറിയാമോ ഇപ്പൊ. മാറി മറിഞ്ഞില്ലേ നമ്മുടെ പോലീസ്. നമ്മുടെ സാധാരണക്കാർക്ക് പലർക്കും ഇത് അറിയില്ല കേട്ടാ. അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പോലീസിന് പിന്നെ ബിഗ് സല്യൂട്ട്. ആയിരുന്നുണ്ട്. സാറേ, നടരാജ ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ടോ നീ? ഇതെന്തോ കനക സാറാ, അസോസിയേഷന്റെ ബോർഡൊക്കെ ഇവിടെ. ഞങ്ങളുടെ ഓഫീസിൽ ഷിഫ്റ്റ് ചെയ്യാന്ന് കരുതി. ചെറിയ മാറ്റം നല്ലതല്ലേ അല്ലേ മാ? ഷിഫ്റ്റിംഗ് എങ്ങോട്ട്? ഇവിടെ ഒരു മുറി കെട്ടിയിട്ട് ഇവിടെ കൊടുക്കാന്നാ പറഞ്ഞ. ഇവിടെ? അതെങ്ങനെ ശരിയാവുമോ? ഞങ്ങൾ അവിടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാതിരിക്കല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ക്ലീറ്റോനെ അവിടെ ഓഫീസ് കെട്ടിക്കോളാൻ സമ്മതം കൊടുത്തില്ലേ? അപ്പൊ കനക പോലീസുകാരോട് പറഞ്ഞിരിക്കുക അസോസിയേഷന്റെ ഓഫീസ് ഇവിടെ കെട്ടിക്കോളാൻ റൂം തരാന്ന്. എനിക്ക് തടയാൻ പറ്റുമോ? എനിക്ക് രാഷ്ട്രീയക്കാരും വേണം, പോലീസുകാരും വേണം. ഞാൻ ഇപ്പൊ ഇതിന്റെ ഇടയിൽ പെട്ടിരിക്കുക. അപ്പൊ എന്താ ചെയ്യാ? അതെ, സംഭവം നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്തിന്? അല്ല, അവിടെ നിങ്ങളെ രാഷ്ട്രീയക്കാരും പലരും ആൾക്കാരൊക്കെ വരണതല്ലേ. ഇവിടെയാണെങ്കിൽ പോലീസുകാരാണ്. നിങ്ങളുടെ പല നീക്കങ്ങളും രഹസ്യങ്ങളും ഇവരെ അറിഞ്ഞാൽ അത് നിങ്ങളുടെ പാർട്ടിക്ക് ക്ഷീണാവും. ക്ലീറ്റോനോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചോ, ഒന്ന് സൂക്ഷിച്ചാ നല്ലത്. കാരണം എനിക്ക് തടുക്കാൻ പറ്റില്ല. അല്ല, ഇത് ഇവിടുന്ന് മാറ്റാൻ വല്ല മാർഗമുണ്ടോ? അമ്മ വിചാരിച്ച് നടക്കൂ? എങ്ങനെ മാറ്റാന്ന്? വാശിയിലല്ലേ. അവൻ മാറ്റി അബ്ബ മാറ്റാ പറയും, ഇബ്ബ മാറ്റി അവൻ മാറ്റാ പറയും. ഒന്ന് ഇന്നെ കൊണ്ട് പറ്റുന്നല്ലേ. നീ ഒന്ന് സൂക്ഷിച്ചോളാൻ പറയും കേട്ടോ. കനക, വല്ലാത്തൊരു പണിയാണ് അവൻ ഇപ്പൊ ഈ കാണിക്കുന്നത്. അവൻ്റെ ഒരു ബോർഡും. അതെ, അല്ലെ, ഇപ്പൊ ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പോലീസിന്റെ വെൽഫെയർ അസോസിയേഷൻ ഓഫീസും നമ്മുടെ പാർട്ടി ഓഫീസുമായിട്ട് ശരിയായി പോകത്തില്ല. ഒന്നിൽ ഈ വെൽഫെയർ അസോസിയേഷൻ ഓഫീസ് ഇവിടെ തുടങ്ങാൻ അനുവദിക്കരുത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി ഓഫീസ് എങ്ങോട്ടെങ്കിലും മാറ്റി പോവാ. എന്ത്? എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ചെല്ലും. ആലോചിച്ചിട്ട് തീരുമാനം പറ. നടക്കും.
പുഞ്ചിരിക്ക് മാറ്റുകൂട്ടാൻ ജെറൂഷ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ജെറൂഷ് അലൈൻ. പല്ലിലെ നിരതെറ്റിയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി സുരക്ഷിതവും വേദനയില്ലാത്തതുമായ ചികിത്സ, അഡ്വാൻസ്ഡ് ക്ലിയർ അലൈനറുകൾ. ചിരിക്കാൻ ഇനി മടിവേണ്ട, നിങ്ങളുടെ പുഞ്ചിരി ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പൊ എപ്പോഴും നമ്മുടെ വീട്ടിൽ പോലീസുകാർ കാണുമല്ലോ. പിന്നെ അത് സത്യത്തിൽ നമുക്കൊരു വെയിറ്റാ. പോലീസുകാർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുവല്ലേ, പിന്നെ അവരുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. നിർത്തണ്ട, നീ പറഞ്ഞോ. എന്നെ കൊച്ചാക്കി കാണുക എന്നുള്ളതാണല്ലോ നിന്റെ ആങ്ങളുടെ ഉദ്ദേശം. പിന്നെ അങ്ങനെ കൊച്ചാവുന്നും നീ വിചാരിക്കണ്ട കേട്ടാ. എന്തോ അമ്മായി പറയണത്? നിങ്ങളെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് അവനിവിടെ പോലീസ് അസോസിയേഷന്റെ ഇതെന്താണ് തുടങ്ങുന്നത്? സംശയം ഉണ്ടാ? അപ്പൊ നിങ്ങൾ ഇവിടെ പാർട്ടി ഓഫീസ് തുടങ്ങിയത് അവനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നീ കൂടുതൽ വലിയ വർത്താനൊന്നും പറയണ്ട. എടാ, ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. നീ ഒരു ഓഫീസ് തുടങ്ങുന്നില്ലേ, അവനും തുടങ്ങട്ടെ. അതിലിപ്പോ എന്താ? അമ്മായി, ഞാനിവിടെ ഒരു ഓഫീസ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞപ്പോ ഇവളുടെ ചൊറിച്ചിൽ കാണുമായിരുന്നു. ഇപ്പൊ അവൾക്ക് ഒരു കുഴപ്പമില്ല. സഹോദരന്റെ കാര്യം വരുമ്പോ അവൾക്ക് അയ്യോ. ക്ലീറ്റോ തുടങ്ങണ പോലെ ഒരു പാർട്ടി ഓഫീസാണ്. ഞാൻ എന്തുകൊണ്ടാ നിങ്ങൾ ഈ ഒരു പണിക്കും പോവാത്ത കുറെ ആൾക്കാർ പാർട്ടിന്നും പറഞ്ഞു വന്നിരുന്ന് അങ്ങനെ തന്നെയാണ്. പാർട്ടിന്നും പറഞ്ഞു വന്നിരിക്കും, എന്നിട്ട് കുറെ ചായ മേടിച്ചു കുടിക്കും, കുറെ പരിപ്പോടെയും തിന്നും, കുറെ ആൾക്കാരുടെ കുറ്റം പറയും. അതുപോലെയാണ് ഒരു പോലീസ് അസോസിയേഷന്റെ കാര്യം. പോലീസ് അസോസിയേഷൻ യവന്മാർക്ക് ഇത് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ്. രാത്രി ആയി കഴിഞ്ഞാൽ യവന്മാർക്കെല്ലാം കൂടെ കൂടാൻ സ്ഥലമില്ല. അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഇത് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പോലീസുകാരെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള പോലീസുകാരെ ഇവിടെ വന്നിരിക്കാൻ പോകുന്നത്. ഭയങ്കര ഉത്തരവാദിത്തം. നീ എന്നെ പഠിപ്പിക്കില്ല ഒന്നും കേട്ടാ. ചുമ്മാതെ കിടന്നു അമ്മായി ഉള്ള കാര്യോട് പറയണത്. പിന്നെ ഇവരെന്തിനാണ് അവർക്ക് ഇവിടെ ആ വസ്ത്രം കാണിക്കാൻ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവിടെ നടക്കുന്ന കള്ളന്മാരെയും കുറ്റക്കാരെയും ഈ വീട്ടിലുള്ളവരെയും പൊക്കും. ആദ്യം ഒരു നാട്ടിലുള്ള കള്ളന്മാരെ പിടിക്കട്ടെ. നാട്ടിലുള്ളവരെയും പിടിക്കും. ഈ വീട്ടിൽ നിന്നുള്ള നാട്ടിലോട്ട് ഇറങ്ങുന്നത്. പിന്നെ ആണടി, നിനക്കങ്ങനെ പലതും തോന്നും. ക്ലീറ്റ് എന്തിനീ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാകുന്ന കാര്യമുണ്ട്. അല്ല, ഞാനൊരു സാധനം തുടങ്ങാൻ വേണ്ടി ഇരുന്നു ഉടനെ അവൻ അവിടുന്ന് കെട്ടിയെടുത്ത്. അല്ലെങ്കിൽ തന്നെ പോലീസുകാർ ഓഫീസ് ഇങ്ങനെയുള്ള വീടുകളിൽ തുടങ്ങുമോ? ഇതൊക്കെ എനിക്കറിയാം. അല്ലേ കേട്ട് എന്താ പറയണ? ഇത് ഞാനൊരു ഓഫീസിൽ ഞാൻ ഇവിടെ തുടങ്ങണം, ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടി തുടങ്ങണം. ഇപ്പോൾ ഉടനെ തുടങ്ങി എല്ലാം കൂടി അവനെ പോലീസ് അസോസിയേഷൻ്റെ ഓഫീസ് ഇവിടെ തുടങ്ങാൻ പോകണം. അതെങ്ങനെ ഇവിടെ തുടങ്ങും? അതെ, സംഭവം സത്യ. ഇതിപ്പം നിന്റെ ഓഫീസ് തുടങ്ങാൻ ഞാൻ എൻ്റെ വായന്നൊരു ഒരു സമ്മതം തന്നില്ലേ? എന്നിട്ട് നീ ഇവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞപ്പോൾ കനകൻ്റെ പണിയാന്നാ തോന്നുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ പാർട്ടി ഓഫീസ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് അവിടെ നടക്കണതെല്ലാം ചൂന്ന് മനസ്സിലാക്കി അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ പൊക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ പറയണത്. എന്താന്ന് വെച്ചാൽ അങ്ങനെ പോലീസുകാരുടെ ഓഫീസ് എങ്ങനെ ഒരു വീട്ടിൽ തുടങ്ങുമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ സർക്കാരിന്റെ ഓഫീസല്ല, പോലീസ് അസോസിയേഷന്റെ ആണ്. അവർക്ക് പല പരിപാടികളുണ്ടാവും. അതിൽ മെമ്പറല്ലേ ബൻ. ഇപ്പൊ ബൻ അവരെ ഇവിടേക്ക് ഒരു റൂം കെട്ടി കൊടുത്താൽ അവർക്ക് ഓഫീസ് കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് തടുക്കാൻ പറ്റുമോ? അതന്നല്ല, അവൻ എന്തോരം ആൾക്കാരെ പിടിയുണ്ട്. അവൻ അങ്ങനെ തുടങ്ങണമെന്ന് തോന്നി സാറുമാരെയൊക്കെ വിളിച്ചാൽ. പക്ഷെ അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവൻ ഇവിടെ കെട്ടണേനെ ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അവൻ അവിടെ ഒരു ഓഫീസ് വെക്കാൻ പാടുമോ? അതിന് അവൻ ഈ മുറ്റത്തൊന്നും ആയിരിക്കുമല്ലോ, അവന്റെ പറമ്പ് എന്തോരം കിടക്കും. എവിടെയാണെങ്കിലും ഇവിടെ അല്ലേ ഇവന്റെ ഇവിടെ പാർട്ടി ഓഫീസ് നടക്കുമ്പോൾ അവൻ മനഃപൂർവ്വം ഇവിടെ ഒരു ഓഫീസ് കെട്ടാൻ പാടുമോ? അത് മനഃപൂർവ്വം നിന്നെ കൊടുക്കാനാട്ടോ. അത് ഇത് കാണാല്ല എന്താ സംഭവിക്കണെന്ന്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അസോസിയേഷൻ്റെ ഒക്കെ ഇവിടെ വന്നത് പോലീസുകാരാണ്. ഇവരെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പാർട്ടിയിലെ ചില ക്രിമിനലുകൾ അല്ലെങ്കിൽ പല രഹസ്യങ്ങൾ പല സംഭവം ഉണ്ടാവും. ഇത് ചോർത്താനാണ് വരുന്നത്. എന്റെ അമ്മ, ഇവരുടെ പാർട്ടിയിൽ എവിടെ ക്രിമിനലുകൾ? കുറെ ക്രിമിക്കുത്തുള്ള മനുഷ്യരുണ്ട്. എന്തോ പറയണേ? അതെ, ഇതിപ്പോ അവന് ചെറിയൊരു വാടക കിട്ടണതും പിന്നെ അവന്റെ കൂട്ടുകാരും ഇതൊക്കെ ആയിട്ടുള്ള അസോസിയേഷൻ്റെ ആൾക്കാർ നമുക്ക് തടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവള് പറയണതിൽ കാര്യം ഒന്ന് കരുതിയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇത് മുറിച്ച് കെട്ടണ്ടാന്ന്. എപ്പോഴും അഴിക്കേണ്ടി വരുമല്ലോ. അതിനാണ് ഈ കത്തി വെച്ചിരിക്കുന്നത്. അതാ ഇത് വെച്ചങ്ങോട്ട് കണ്ടിച്ച് കളാ. ഇത്രയേ ഉള്ളൂ സംഭവം. അവിടെ എടുക്ക്. ഓരോ ഇരട്ടി പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. സാറേ ഓ, പാർട്ടി ഓഫീസ് ഇവിടുന്ന് മാറ്റാൻ തീരുമാനിച്ചാ? ഓ, മാറ്റാം. അല്ല, വേറെ മാർഗമില്ലല്ലോ. പുതിയ പാർട്ടി ഓഫീസ് എവിടെയാ? എന്റെ വീട്ടില്. അപ്പൊ മുത്തുലക്ഷ്മി സമ്മതിച്ചാ? സമ്മതിച്ചു. ഞാനാണ് ഓഫീസ് സെക്രട്ടറി, അതുകൊണ്ട് മുത്തുലക്ഷ്മി സമ്മതിച്ചു. എല്ലാരും അനുഭവിക്കട്ടെ. എന്തായാലും ഇവിടുന്ന് പോയി കിട്ടിയല്ലോ. വല്ല കാര്യമുണ്ട്. പിടി ലായി കൊടി പിടി. കോട് വേണ്ടേ? കത്തി ഇവിടുത്തെ ആവശ്യമുണ്ട്, നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ.
എന്തത്ത് വെക്കുന്നില്ല. 2 വർഷം വെക്കാൻ പറ്റില്ല. 2 വർഷം ഉണ്ട് ഞാൻ വെച്ചത്. മകളെ നിങ്ങളുടെ അച്ഛൻ്റെ ഒരു ഓഫീസിന്റെ ഒരു ബോർഡ് ഇവിടെ ഇരുന്നത് എന്ത് ചെയ്തു? അത് അച്ഛൻ്റെ കുറെ കൂട്ടുകാരന്മാര് പോലീസുകാരെടുത്തു. എവിടേക്ക്? ഏതോ ഓഫീസിലെങ്ങാണ്ട് വെക്കാനും. കർത്താവേ, പോലീസുകാരാ. പോലീസുകാരാ, പോലീസുകാരാ. എന്താ എടാ, കർത്താവ് വലിയവനാണ്, വലിയവൻ. അറിയാം. അവൻ എന്റെ കൂടെയാണ്. സാത്താന്മാരുടെ കൂടെ കൂടൂല. നിനക്കിവിടെ പോലീസ് അസോസിയേഷന്റെ ഓഫീസ് നീ തുടങ്ങിക്കളയും അല്ലേ? എടാ, ഞാൻ എൻ്റെ പാർട്ടിയുടെ ഓഫീസ് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ തുടങ്ങാൻ നിനക്ക് സഹിച്ചില്ല. എടാ, നീ ഉടനെ പോലീസ് അസോസിയേഷൻ നീ തുടങ്ങണേ. എനിക്കൊന്ന് കാണണമല്ലോ തുടങ്ങണത്. അല്ല, ഞാനിവിടെ അസോസിയേഷൻ തുടങ്ങും. നിന്നോട് ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്നാ? നീ എന്താ പൊട്ടം കളിക്കണ? അമ്മാവാ, അമ്മാവാ. എന്താടാ? അയ്യോ, ചോദിച്ചു നോക്കാം അമ്മാവൻ്റെ അടുത്ത്. ഇവിടെ പോലീസ് അസോസിയേഷൻ തുടങ്ങാനായിട്ട് ഞാൻ മാവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അല്ല, നീ അവിടെ ഒരു ബോർഡ് വെച്ചപ്പോ ഞാൻ ഈ ബോർഡ് എന്തിനാന്ന് ചോദിച്ചില്ല എന്നോട്. അപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ ഇത് പോലീസ് അസോസിയേഷന്റെ ഓഫീസിൽ വെക്കാനുള്ളത്? പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ കരുതിയത് ഇവൻ ഇവിടെയാണ് ഓഫീസ് വെക്കണെന്നാണ്. അപ്പൊ പിന്നെ ആ ബോർഡ് കൊണ്ടുപോയപ്പോ ഞാൻ ഇവനോട് ചോദിച്ചു എന്താ ബോർഡ് കൊണ്ടുപോയി വെച്ചപ്പോ അവൻ പറഞ്ഞു ഇവിടെ അല്ല, തിരുമലയിലാണ് ഓഫീസ് എന്ന് പറഞ്ഞു. നിനക്ക് താൽക്കാലികമായിട്ട് പാർട്ടി ഓഫീസ് അവിടെ തുടങ്ങാൻ ഞാൻ സമ്മതം തന്നപ്പോ അതിന് പകരം ഇവൻ ഇവിടെ ഓഫീസ് തുടങ്ങിയതാണെന്ന് ഞാൻ കരുതിയതാണ്. സമാധാനായി കൊടുകൈ കനക, ഞാനായിട്ട് തുടങ്ങി വെച്ച് ഞാനായിട്ട് അവസാനിപ്പിച്ചു. പോരെ? അവസാനിച്ചതെന്നും പറയാൻ പറ്റൂല. ഇവനാണ് ആള്. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പാർട്ടി ഓഫീസോടെ പോകും. അതെങ്ങനെ? പുതിയ പാർട്ടി ഓഫീസ് നമ്മുടെ നടരാജന്റെ അവിടെ അപ്പുട്ട സാറ് ഉദ്ഘാടനം കഴിച്ചില്ലേ? ഇനി ആ ഓഫീസ് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിന്റെ പുതിയ സെക്രട്ടറി മരിച്ചാൽ സമ്മതിക്കുമോ? നടരാജൻ ആ